അപ്പർ കുട്ടനാട്ടിലെയും പ്രളയ ദുരിതം ഇപ്പോഴും തുടരുകയാണ്. തലവടിയിൽ മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് വള്ളത്തിലാണ്. വെള്ളക്കെട്ട് മാറാൻ 6 ദിവസം കുടുംബം കാത്തിരുന്നെങ്കിലും ദുരിതം ഒഴിയാതായതോടെയാണ് വള്ളത്തിൽ മൃതദേഹം വീട്ടിലെത്തിച്ചത്. കുട്ടനാട്ടുകാർക്ക് വെള്ളമില്ലാതെ ഒരു ജീവിതമില്ല. പക്ഷേ ഈ പ്രളയം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒരുപോലെ ദുരിതം വിതച്ചാണ് കടന്നു പോകുന്നത്. തലവടി പൂന്തുരുത്തി സ്വദേശി പൊടിയൻ ഓഗസ്റ്റ് 5-ന് പത്തനംതിട്ട കുമ്പനാട് മകളുടെ വീട്ടിൽ വച്ചാണ് മരിക്കുന്നത്. അച്ഛന്റെ ഭൗതികദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു മകൻ പ്രസാദിന്റെ ആഗ്രഹം. 6 ദിവസം മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചു. പ്രളയത്തിൽ ഇരച്ചു കയറിയ വെള്ളം പക്ഷേ വീട്ടിൽ നിന്നൊഴിഞ്ഞില്ല. കുട്ടനാട്ടിലെ വള്ളത്തിലും വെള്ളത്തിലും ജീവിച്ച പൊടിയന്റെ അവസാന യാത്രയും ഒടുവിൽ അങ്ങനെ തന്നെ. ആഗ്രഹമുണ്ടായിരുന്നു, സാഹചര്യമെല്ലാം പറ്റത്തില്ലായിരുന്നു. കാരണം വെള്ളപ്പൊക്കം, ഞങ്ങൾ കുട്ടനാട് താഴ്ന്ന പ്രദേശമായിരുന്നു. പിന്നെ അവിടെ സഹോദരന്മാർ 5 പേര് പുല്ലാടാണ് താമസിക്കുന്നത്. അവർ എന്നപ്പം പറഞ്ഞ് ഒരു 5 ഇവിടെ നമുക്ക് പുല്ലാട്ടോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടെ കുമ്പനാട് മോർച്ചറി കൊണ്ടുവെക്കുമായിരുന്നു. പൊതുദർശനത്തിനും മറ്റു ചടങ്ങുകൾക്കുമായി കിലോമീറ്ററുകൾ മാറി മറ്റൊരിടത്താണ് ക്രമീകരിച്ചത്. വീടുൾപ്പെടുന്ന സ്ഥലത്തെ പള്ളിയിലും സെമിത്തേരിയിലും വെള്ളം കയറിയതിനാൽ സംസ്കാരം തിരുവല്ല കുറ്റപ്പുഴ സഭാ സെമിത്തേരിയിലുമാണ് നടത്തിയത്. മനോരമ ന്യൂസ്, തിരുവല്ല.